ഇവൻ നേരത്തെ പിടിച്ച മീൻ കണ്ട കരിമീന്റെ തലയും വാളേര ഉടലും അതേതാ അവീത ബന്ധത്തിലുണ്ടായ മീൻ തന്നെ. അവസാനത്തെ തുള്ളി ഇതിവരുടെ സന്തോഷപരമായ വിവാഹ ജീവിതത്തിൽ പിണക്കങ്ങളില്ലാത്ത, വഴക്കുകളില്ലാത്ത, സർവോപരി ഈഗോകളില്ലാത്ത ഒരു ഹാപ്പി മാരീഡ് ലൈഫ്. അൻവർ, പാറു, ഇത് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ ഒരു വഴക്കും ഒരു രാത്രിക്ക് മേലെ നീളാതിരിക്കട്ടെ. അളിയാ, ഇവൻ ഫിറ്റായി. പണ്ട് കുട്ടിക്കാലത്ത് പാലസ് ലോഡ്ജിലിരുന്ന് 2 അടിച്ചേച്ച് സാറയ്ക്ക് ലവ് ലെറ്റർ എഴുതുമ്പോഴാണ് ഇവൻ ഇതേ ഭാഷയിൽ സംസാരിച്ചു. ഇവ സാറൊക്കെ എഴുതി ലവ് ലെറ്റർ എല്ലാം കൂടെ കൂട്ടി വെച്ചിരുന്നെങ്കിലേ ഒരു വലിയ പുസ്തകം ഇറക്കായിരുന്നു. അറ്റ്ലീസ്റ്റ് പിള്ളേർക്ക് കപ്പലുണ്ടെങ്കിലും പുതിയായിരുന്നു. അപ്പൊ താങ്ക് യു ബോത്ത് ഫോർ എ ഗ്രേറ്റ് വെക്കേഷൻ. യെസ്. സോ നാളെ രാവിലെ നേരത്തെ എണീക്കേണ്ടതാണ്. കിടക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സന്തോഷിക്കേണ്ട ദിവസമല്ലേടി. അളിയാ, എന്നെ പിടിക്കണ്ട, ഞാൻ വീഴില്ല. എന്നാ മടക്കം? നാട്ടിൽ നിന്ന് എന്നാ മടക്കമെന്ന് എനിക്ക് എത്ര ദിവസം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് അറിയാനാ. ഞാൻ സ്ഥിരമായിട്ടങ്ങ് പോയാലൊന്നും ആലോചിക്കുക. ചിരിപ്പിക്കല്ലേ. ഇടി, നിന്നോട് തോക്കാൻ മനസ്സുണ്ടായിട്ടല്ല, പക്ഷെ പാങ്ങില്ല. സാമ്പത്തികം ഒരു വലിയ പ്രശ്നമാണേ. ഫ്ലാറ്റിൽ അടുക്കളയിൽ നിന്ന് ചാപ്പാട് ഇട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒന്നും അറിഞ്ഞില്ല. അതില്ലാണ്ടായപ്പോൾ മനസ്സിലായി ബോംബെയിൽ ഒരു ദിവസം പട്ടിണി കിടക്കാൻ 1000 രൂപ വേണം. നീ അറിയാതെ ആ ഷെൽവി എനിക്ക് ദോശ ഇഡ്ഡലിയൊക്കെ തന്നുകൊണ്ടിരുന്നോണ്ട് ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയി. ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു, പിന്നെ അങ്ങ് പോട്ടേന്ന് വെച്ചു. ഓ, അത്രയ്ക്കൊക്കെ സിമ്പതി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിലേ ജീവൻ ആദ്യം നല്ലൊരു മനസ്സുണ്ടാവണം. വീട് എന്തായാലും ഞാൻ പോകാൻ തീരുമാനിച്ചു. ഇനിയിപ്പോൾ അതൊരു ഓടക്കൂട് ഉണ്ടാക്കിയിട്ട് വേണം. സത്യമാ, ഇവര് വന്നേ പിന്നെ നമ്മൾ എന്തൊരു നല്ല മാതൃകാ ദമ്പതികളാ. എന്തായിരുന്നു പരസ്പരമുള്ള മനസ്സിലാക്കൽ. ഇവരുടെ മുന്നിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. ചുമ്മാ അല്ലേ കൂട്ടുകുടുംബത്തിലൊക്കെ ഡിവോഴ്സ് റേറ്റ് കുറയുന്നത്. പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിഞ്ഞാൽ മതി, അല്ലാതെ കൂട്ടുകുടുംബത്തിൽ പോയി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വിട് ജീവൻ, ഇതെങ്ങും എത്തൂല. നാട്ടിൽ പോയിട്ട് എന്താ പരിപാടി? കല്യാണ ഫോട്ടോ എടുപ്പ് അതിൽ തുടങ്ങണം. പിന്നെ നിനക്ക് നമ്മുടെ ബഷീർക്ക് ഓർമ്മയില്ലേ? പുള്ളിക്കാരന്റെ ഭാര്യയുടെ പർദ്ദ ഇട്ടോണ്ടല്ലേ ജീവൻ എന്നെ ബൈക്കിൽ കറങ്ങാൻ കൊണ്ടുവരുന്നേ. ഇപ്പോഴും മറന്നിട്ടില്ല ആ പർദ്ദയിലെ സെന്റിന്റെ മണം. ബഷീർക്കടെ അല്ല, ബഷീർക്ക ഇപ്പോ സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറാ. ഓ, അപ്പോ അയാള് സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ അസിസ്റ്റന്റ് ആയിട്ട് ചേർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അസിസ്റ്റന്റോ? ഇത്രയൊക്കെ ആയിട്ടും അസിസ്റ്റന്റ് ആയിട്ടാണോ പോകുന്നത്? അസിസ്റ്റന്റ് എങ്കിൽ അസിസ്റ്റന്റ്. നമുക്ക് അറിഞ്ഞൂടല്ലോ നമ്മുടെ ജീവിതം എവിടെ ഇരിക്കുന്നത്.